ഇപ്പം ഞങ്ങളെ നാട്ടിലെ വീടിൻ്റെ തൊട്ടടുത്തൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസുള്ള ഒരു സ്ഥലമുണ്ട്. കരിങ്കപ്പാറ വെള്ളച്ചാട്ടം തന്നെ പഴയ കാലത്ത് തന്നെ വലിയ പേര് കേട്ട വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഞങ്ങളവിടെ മീൻ പിടിക്കാൻ എല്ലാത്തിനൊക്കെ പോകുന്നതാണ് പൊതുവേ. ഇപ്പോൾ പിന്നെ വെള്ളം ആയിട്ടില്ല, വെള്ളം ഇങ്ങനെ കയറുന്നില്ല, മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. മഴ ഒന്നും കൂടി ഇങ്ങോട്ട് കനത്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടും തോടൊക്കെ ഒന്നായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോഴാണ് കാണാൻ നല്ല രസം ഉണ്ടാവല്. ഇപ്പോൾ പിന്നെ അത്ര വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അത്ര രസമൊന്നുമില്ല. എന്നാലും വെള്ളമൊക്കെ ഒലിച്ച് ചാട്ടമൊക്കെ കാണാൻ നല്ല രസമാണ് അവിടെ. ആദ്യമൊന്നും അവിടെ വെള്ളത്തിൻ്റെ ഒരു തടസ്സത്തിന് വേണ്ടി കൈവരിയോ കാര്യങ്ങളോ തോടിന് ബണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ഓപ്പണായി കിടക്കുന്ന ഒരു ഭാഗമായിരുന്നു. കാരണം എല്ലാവരും വണ്ടി കഴുകാനോ എല്ലാത്തിനും ആ തോട്ടിലേക്ക് ഇറക്കിയിട്ട് വണ്ടി കഴുകുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല വീതി കൂടിയ സ്ഥലമായിരുന്നു. അവിടെ വണ്ടി ഇറക്കിയിട്ടാണ് കഴുകിയിരുന്നത് എല്ലാവരും. ഇപ്പം പിന്നെ മഴ കനത്തതോടുകൂടി വെള്ളം വല്ലാതെ കണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. 2 ദിവസത്തെ മഴയ്ക്ക് 3 ദിവസത്തെ മഴയ്ക്ക് വന്ന വെള്ളമാണ് ഇപ്പോൾ ഇത് എത്ര പെട്ടെന്ന്. കാരണം ഒന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടം കോടൊക്കെ നിറ കവിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു ക്ലബ്ബാണ് അബ്ദുൽ ഗഫൂർ മെമ്മോറിയൽ വായനശാല പറഞ്ഞുകൊണ്ട് ഒരു ക്ലബ്ബാണ്. അഗ്മാസ് എന്നൊക്കെ പറയും. ഒരുവിധം നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ക്ലബ്ബാട്ടോ. അവർക്ക് കൊല്ലം കാര്യങ്ങളെല്ലാ ഇതിലും ക്ലബ്ബിലും വായനശാലയിൽ നല്ല പരിപാടികളും എല്ലാം വരുത്തലുണ്ട്. പിന്നെ അതേമാതിരി ക്ലബ്ബിലായിക്കോട്ടെ വടംവലിയും മത്സരം കാര്യങ്ങളും എല്ലാം വെക്കാറുണ്ട്. അപ്പോൾ നമ്മളെ തോടിൻ്റെ ചുറ്റുഭാഗം നല്ല പുതിയതായിട്ട് നല്ല കൈവരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ബോർഡും വെച്ചിട്ടുണ്ട്. കരിങ്കപ്പാറ വെള്ളച്ചാട്ടം തന്നെയാണ്, നല്ലൊരു ബോർഡും വെച്ചിട്ടുണ്ട്. നമ്മളെ ഇതിന് വെള്ളച്ചാട്ടത്തിനോട് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അത് ഒരുപാട് കാലങ്ങളായിട്ടുള്ളതാണ്. ആ പള്ളിനോട് ചാരിയിട്ട് അവിടെ ആദ്യമൊക്കെ ഒരു ഇതേമാതിരി ചെറിയ നടക്കാനുള്ളൊരു പാലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ ഏതാണ്ടൊക്കെ നാശം വന്നു പോയി. ഒരുപാട് കാലമായില്ലേ, പഴക്കം വന്നതോടുകൂടി നാശപ്പെട്ടു പോയി. അങ്ങനെ നമ്മളെ വെള്ളച്ചാട്ടം തന്നെ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് തിരിഞ്ഞ് വന്നിട്ട് ഒരു പള്ളീൻ്റെ ബാക്ക് വശത്തു കൂടി നടന്നിങ്ങോട്ട് വരണം. ഒരു വളവിന്ന് ഒരു പറമ്പ് കൂടി ഇങ്ങോട്ട് കയറി വന്നാൽ മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്താണുള്ളത് ഒരു പള്ളീൻ്റെ ഒരു വെള്ളച്ചാട്ടം. പള്ളീൻ്റെ പറമ്പ് കൂടി തന്നെ ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരാൾ നിൽക്കേണ്ടത് ഈ സൈഡിലായിട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമാണ് ഉള്ളത്. ആ ചെറിയ അതിൽ എപ്പോഴും മീൻ എല്ലാ സമയത്തും പള്ളിയിൽ നിന്ന് എല്ലാവരും ലേലം വിളിച്ചെടുക്കലും അങ്ങനെ സീസൺ തീരോളം മീൻ പിടിക്കാനുള്ള ഒരു ലേലം വിളി അവിടെ നടക്കാറുണ്ട് അവിടെ. അങ്ങനെ ഇപ്പോൾ ഏതോ ഒരു ടീം അവിടെ അടുത്തുള്ളൊരു ടീം എടുത്തിട്ടുണ്ട്, ലേലം വിളിച്ചിടുന്നുണ്ട്. അങ്ങനെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കിപ്പോൾ ഞങ്ങളന്ന് ചെന്നന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുള്ളൂ. മീൻ എപ്പോഴും ഉണ്ടാവണം, നല്ല സൂപ്പർ പരലും കണ്ണനും എല്ലാ മീനും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കരിങ്കപ്പാറ വെള്ളച്ചാട്ടം കാണാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. കരിങ്കപ്പാറ അത് നെറ്റിലടിച്ചാൽ തന്നെ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കിട്ടും. നമ്മളെ കരിങ്കപ്പാറ വാട്ടർ ഫാൾസ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും വരിക. ഓക്കെ, ബായ്.